പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇനി നമ്മുടെയൊക്കെ ഏക പ്രതീക്ഷ ദുആ മാത്രമാണ്. എല്ലാവരും പരസ്പരം പറഞ്ഞ് ആശങ്കപ്പെടാനല്ലാതെ, പറഞ്ഞു ദുഃഖിക്കാനല്ലാതെ അതിനപ്പുറത്തേക്ക് അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നൊരു ദുആ ചെയ്യുക. അല്ലാഹു തആല ഇതുപോലത്തെ പ്രകൃതി ദുരന്തത്തിൽ നിന്നും പ്രകൃതി ക്ഷോഭങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഖളാ ആണ്, അവന്റെ അചഞ്ചലമായ വിധിയാണ് നമുക്ക് സഹിക്കുക. അല്ലാഹുവേ, പടച്ചവനെ, അല്ലാഹുവേ, ആ മരണപ്പെട്ടു പോയവർക്കൊക്കെ നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. ഇനി കണ്ടുകിട്ടാനുള്ളവർ എത്രയും പെട്ടെന്ന് നീ കണ്ടെത്തിക്കണേ തമ്പുരാനെ. കൂട്ടത്തില് അവിടുത്തെ പള്ളിയിലെ ഖത്തീബായിരുന്ന ശിഹാബ് ഫൈസി കയ്യൂനി എന്ന് പറയുന്ന പണ്ഡിതനെയും കാണാതായിട്ടുണ്ട്. എന്താണ് അവസ്ഥ എന്നറിയില്ല. ഇന്നലെ മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്തയൊക്കെ വന്നു, പിന്നെ അത് സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ള അറിവാണ് പിന്നെ കിട്ടിയത്. ആ ഉസ്താദ് കാണാനില്ലാതായിട്ട് മണിക്കൂറുകൾ പിന്നിടുകയാണ്. അല്ലാഹുവേ, അങ്ങനെ വേദനാജനകമാകുന്ന ഒരവസ്ഥ തന്നെയാണ് അവിടെ നിന്ന് നമുക്ക് കേൾക്കാനും കാണാനും കഴിയുന്നത്. അല്ലാഹുവേ, വല്ലാത്തൊരവസ്ഥ. എത്ര പ്രതീക്ഷകളോടെ എത്ര സ്വപ്നങ്ങൾ കണ്ടവരാണ്. എല്ലാവരും ഒരുപോലെ ഒലിച്ചു പോയിരിക്കുകയാണ്. നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു പോയവരുണ്ട്, സമ്പാദിച്ച സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു പോയവരുണ്ട്. ഇത്രയാണ് പ്രിയപ്പെട്ടവരെ. മനുഷ്യനെന്ന് പറഞ്ഞാൽ എല്ലാം ഒരൊറ്റ സെക്കൻഡ് കൊണ്ട്, നിമിഷം കൊണ്ട് താഴോട്ട് പോകാൻ കഴിയുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് അല്ലാഹുവേ ദുആ ചെയ്യുക. ആ ഉസ്താദിനെ ഇത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തുമാറാകട്ടെ. എന്താണ് അവസ്ഥ എന്നറിയില്ല, മണ്ണിനകത്ത് ഒലിച്ചു പോയോ എന്നറിയില്ല. കാരണം ഉരൽ പൊട്ടിക്കിട്ട് ആ സ്ഥലത്ത് നിന്ന് ഏകദേശം 25, 30, 40 കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് ഓരോ ജനാസകൾ ഇങ്ങനെ കൊണ്ടുവരുന്നത്. മാത്രമല്ല, വെള്ളത്തുണിയിൽ പൊതിഞ്ഞ ജനാസകൾ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ വല്ലാത്ത ദുഃഖം തോന്നാറുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോകളും ഫോട്ടോകളും ഒക്കെ വരുമ്പോൾ നിങ്ങളത് ഷെയർ ചെയ്യരുത്. എല്ലാവരും പടച്ചവനെ ആ ഷെയർ ചെയ്യുന്നത് കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നാറുണ്ട്. കാരണം ചിന്നിച്ചിതറിപ്പോയ ശരീരങ്ങൾ കാണാം, അതുപോലെ വസ്ത്രങ്ങളൊന്നുമില്ലാത്ത കുട്ടികൾ കാണാം. ഈ പാച്ചിലിന്റെ ഇടയിൽ വസ്ത്രങ്ങളൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ടാകാം. അപ്പൊ അങ്ങനത്തെയൊക്കെ ഫോട്ടോയും വീഡിയോയും ഒന്നും പരമാവധി ഷെയർ ചെയ്യരുത്. കാരണം അവരുടെ പ്രിയപ്പെട്ട ബന്ധുമിത്രാദികൾക്ക് ഇത് കണ്ടു നിൽക്കാൻ കഴിയില്ല. ഞാനിത് പറയാൻ കാരണം, ഇന്നലെ ഇങ്ങനത്തെ കുറെ വീഡിയോകൾ, അവിടുത്തെ ഫോട്ടോകളൊക്കെ കണ്ടപ്പോൾ അല്ലാഹുവേ ഹൃദയം തകർന്നു പോയി. കാരണം മൺകൂനയ്ക്കകത്തുപെട്ടിട്ട് ശരീരം മുഴുവനും ചിതറി, തല കാണാനില്ല, ഉടല് മാത്രം, കാലില്ല, ശരീരം മാത്രം. അതുപോലെ എത്രയോ കുട്ടികളുടെ നഗ്നമായിട്ടുള്ള വീഡിയോ ഫോട്ടോകൾ, അങ്ങനെയൊക്കെയുള്ള ഓരോരോ വീഡിയോകളും ഫോട്ടോകളും വരുമ്പോൾ പരമാവധി എൻ്റെ സഹോദരങ്ങളെ ഷെയർ ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ അത് വളരെ മോശമാണ്. അല്ലാഹു അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അല്ലാഹു തആല നമ്മുടെയൊക്കെ ദുആകളിൽ ഉൾപ്പെടുത്തുക അവർക്ക് വേണ്ടി. അതുപോലെ മരിച്ചവരുടെ മാതാപിതാക്കൾ, മരിച്ചവരുടെ ബന്ധുമിത്രാദികൾ, അല്ലാഹു മക്കൾ നഷ്ടപ്പെട്ടു പോയവരുണ്ട്. അങ്ങനെ ഒരുപാട് ബന്ധുമിത്രാദികൾ നഷ്ടപ്പെട്ടു പോയവരുണ്ട്. അവർക്കൊക്കെ നീ സ്വബർ പ്രദാനം ചെയ്യണേ അല്ലാ. ആർക്കും പകരക്കാരനാകാൻ കഴിയില്ല. ഏതായാലും അല്ലാഹുവേ, പടച്ചവനെ, നിന്റെ ഖളാ ആണ്, നിന്റെ വിധിയാണ്. അല്ലാഹുവേ, ഞങ്ങൾ അംഗീകരിക്കുന്ന റബ്ബേ, ഇനി ഇതുപോലത്തെ പ്രകൃതിക്ഷോഭങ്ങൾ തമ്മിൽ ഞങ്ങൾ വേദനിപ്പിക്കല്ല റബ്ബേ. അല്ലാഹു തആല എല്ലാവിധ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും, പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും നമ്മയും നമ്മുടെ നാട്ടിനെയും അല്ലാഹു തആല സംരക്ഷിക്കുമാറാകട്ടെ. എത്രയും പെട്ടെന്ന് തന്നെ ബഹുമാനപ്പെട്ട അവിടുത്തെ ഖത്തീബ് ഉസ്താദിന്റെ നലിച്ചൊക്കെ അവരൊക്കെ എത്ര സ്നേഹത്തോടെ ആ മഹലിന്റെ പരിസരത്ത് ഓരം ചേർന്ന് നിന്നവരായിരിക്കും. പോയപ്പോൾ എല്ലാവരും ഒരുമിച്ച് ആ ശിഹാബ് ഫൈസി എന്ന പ്രിയപ്പെട്ട പണ്ഡിതനെ അല്ലാഹുവേ നീ ഒരു പോറൽ പോലും എത്തിക്കാതെ തിരിച്ചേൽപ്പിക്കണേ റബ്ബേ. അദ്ദേഹത്തിന്റെ അല്ലാഹുവേ, അദ്ദേഹത്തെ കാത്തിരിക്കുന്ന ഭാര്യ, മക്കൾ, സന്താനങ്ങൾ, മാതാപിതാക്കൾ, അങ്ങനെ അവിടെയുള്ള ഓരോരുത്തരെയും എല്ലാവരും പടച്ചവനെ രക്ഷയ്ക്ക് വേണ്ടി, ജീവന് വേണ്ടി നെട്ടോട്ടമിടുകയാണ്. പ്രതികൂലമായ സാഹചര്യങ്ങളിൽ കൊടുക്കല്ല റബ്ബേ. അല്ലാഹുവേ, കാലാവസ്ഥ നീ അനുകൂലമാക്കണേ റബ്ബേ, പ്രതികൂലമാക്കല്ല റബ്ബേ. മനുഷ്യ ജീവനുകളാ അല്ലാഹ് മണ്ണിനിടയിലുള്ളത് റബ്ബേ, നിങ്ങളുടെ സഹോദരങ്ങളാണ്, നീ മോചനം നൽകണേ അല്ലാഹ്.